ബാലൻസിങ് ഓഫ് Cr2O7 ഇൻ അസിഡിക് മീഡിയം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ Cr2O7 2- നമ്മൾ എന്താണ് റെഡ്യൂസ് അല്ലേ ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുമ്പോൾ Cr3+ ആയി മാറും. ഇത് റെഡ്യൂസ് ആവുകയാണെങ്കിൽ ഇതൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ബാക്കിയുള്ള സാധനത്തിനെ ഓക്സിഡൈസ് ചെയ്യും, സ്വന്തം റെഡ്യൂസ് ആവും. ഇത് റെഡ്യൂസ് ആയി. ഓക്കെ, ഇനി നമ്മൾ റെഡ്യൂസ് ആക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ SN ആണ് നമ്മൾ റെഡ്യൂസ് ആക്കാൻ പോകുന്ന സാധനം. SN2+ നമ്മൾ എന്തായിട്ട് റെഡ്യൂസ് ആക്കി? SN4+ ആയിട്ട് റെഡ്യൂസ് ആക്കി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇത് 2 4 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര ഡിഫറൻസ്? 2 ആണ്. ആറ്റംസ് എത്രയായി? 1 തന്നെയാണ്. അപ്പോൾ ഇത് 2. ഇനി ഇവിടെ നോക്ക്, ഇവിടെ 2 ആറ്റം ഉണ്ട്, ഇവിടെ ഒറ്റ ആറ്റമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ആറ്റം ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ Cr2 എന്ന് വെച്ചാൽ നമുക്ക് 2x ഈ 2x എന്ന് പറയുന്ന ഒരു ഒറ്റ ആറ്റമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെ അങ്ങ് എക്സ് ആയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, 2x എടുക്കണ്ട, എക്സ് എന്നാക്കി എടുത്താൽ ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കണം. ഓക്കെ, പ്ലസ് 7 2 14 -14 -2 x = 12 ആണ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഇത് 12 ആയിട്ടുണ്ട്. ഇത് എത്ര ആയിട്ടുണ്ട്? 3 2 6 ആയിട്ടുണ്ട്. പ്ലസ് 6 12 റെഡ്യൂസ് ആയിട്ടുണ്ട് ഈ സാധനം. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതിൻ്റെ ഡിഫറൻസ് ആണ് 6 പ്രാവശ്യം അല്ലേ? 6 പ്രാവശ്യം ആയിട്ടുണ്ട് ഇത്. ഓക്കെ, ഇവിടെ +3 കൊടുത്തേക്കുന്നത്, പക്ഷേ 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് 6 നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 6 ആയി. ഇനി 6നെയും 2നെയും നമ്മൾ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ 3 ഇടുന്നു, ഇവിടെ നമ്മൾ 1 തന്നെ ഇടുന്നു. ഇവിടെ 3 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും 3 ഇടണം. 3 3. ഓക്കെ, ഇനി നമ്മൾ ഓക്സിജൻ്റെ 7. അപ്പോൾ 7 എന്ന് വെച്ചാൽ 7 H2O 7 H2O ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ 14H+ ഇവിടെ ചേർക്കണം.